ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. കേന്ദ്രീകരിച്ച് നേരത്തെ തന്നെ നമ്മൾ ഒരു 10 ടാങ്കുകൾ അവിടെ സ്ഥാപിച്ചിരുന്നു. 17 ടാങ്കറുകൾ ഇപ്പോൾ നഗരത്തിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനു പുറമെ വാട്ടർ അതോറിറ്റിയുടെ 14 ടാങ്കറുകളും ഇപ്പോൾ സർവീസ് നടത്തുന്നു. കൂടുതൽ വാഹനങ്ങൾ ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിനിസ്റ്റർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രതീക്ഷിച്ചതുപോലെയല്ല നമ്മൾ ഇന്ന് രാവിലെ തന്നെ 6 മണിക്ക് ഇത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഒരു വാൽവിലുണ്ടായ തകരാറ് മൂലം വീണ്ടും ചില പണികൾ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നമുക്കറിയാം വലിയ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ്. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ ഉള്ള അവസ്ഥ തന്നെയാണ്. എല്ലായിടത്തും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കാൻ ആവശ്യമായ പൂർണ്ണമായ രീതിയിലുള്ള ഒരു സഹകരണം ഉണ്ടാകും. അപ്പോൾ ഇതിനുശേഷം നഗരസഭയിലും പൂർണ്ണമായ ഒരു ടീം ഇത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഒരു നമ്മുടെ ഓൺലൈൻ സംവിധാനം എന്നുള്ള നിലയിൽ ഒരു കൺട്രോൾ റൂം അവിടെയും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നഗരസഭയ്ക്ക് ഇതിൽ ചെയ്യാൻ കഴിയാവുന്നത് കൂടുതൽ ടാങ്കറുകൾ എത്തിക്കുക എന്നുള്ളത്. ഇപ്പോൾ ടെക്നിക്കൽ പ്രശ്നം പറഞ്ഞതുകൊണ്ട് അതിനുള്ള എന്തെങ്കിലും ഇടപെടൽ നടത്തിയായിരുന്നു. ഇപ്പോൾ നമ്മൾ കൂടുതൽ ഇന്നലെ നമ്മൾ 12 ടാങ്കറുകളായിരുന്നു. അതിപ്പോൾ ഇന്ന് 17 ആയിട്ടുണ്ട്. കൂടുതൽ ടാങ്കറുകൾ മറ്റ് സമീപത്തെ പഞ്ചായത്തുകളിൽ നിന്നടക്കം എടുക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നെടുമങ്ങാട് ആ പ്രദേശങ്ങളിൽ നിന്നെല്ലാം വാട്ടർ അതോറിറ്റിയുടെ ഭാഗമായിട്ടൊക്കെ സപ്ലൈ നടത്തുന്ന പ്രൈവറ്റ് ടാങ്കറുകൾ നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് മൊബിലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ നമ്മളിപ്പോൾ നമുക്കറിയാം ഇതൊരു വലിയ പ്രയാസമാണ്. അത് അതിജീവിക്കാൻ നമുക്ക് എത്രത്തോളം നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയുമോ അത്രത്തോളം ഉൾപ്പെടുത്തണം എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിലെല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. പ്രത്യേകിച്ച് ഈ ടാങ്കർ ലോറി അസോസിയേഷന്റെ ഒക്കെ സഹകരണം നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അവരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ നമ്മുടെ ഡ്രൈവർമാർ, അതായത് നഗരസഭയിലെ തന്നെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള മുഴുവൻ ഡ്രൈവർമാരെ ഇതിനുവേണ്ടി ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 17 ഓടിക്കൊണ്ടിരിക്കുന്നത് നഗരസഭയുടെ മാത്രം. അതിനു പുറമെ 14 വാട്ടർ അതോറിറ്റിയുടെ ടാങ്കറുകളും ഇപ്പോൾ ഓടുന്നുണ്ട്. കോർപ്പറേഷനിൽ ഓൺലൈനായി നമുക്ക് രജിസ്ട്രേഷൻ സംവിധാനം ഉണ്ടല്ലോ. വാട്ടർ അതോറിറ്റി ഈ വെള്ളം സപ്ലൈയുമായി ബന്ധപ്പെട്ട് അത് പൂർണ്ണസമയം ഇന്നലെ രാത്രിയൊക്കെ സ്റ്റാഫ് അവിടെ തന്നെ പൂർണ്ണമായി ഇരിക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ രാവിലെ മിനിസ്റ്റർ ഇവിടെ വരുന്നതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. ഇതിനുശേഷം അവിടെ ഒരു റിവ്യൂ മീറ്റിംഗും കൂടി അവിടെ വിളിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് പറയുന്നത് അവർ വിളിച്ച് വെള്ളത്തിന്റെ ആവശ്യം പറഞ്ഞാലും അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ കൗൺസിലർമാർ ത്രൂ ഇടപെട്ട് ചെയ്യുന്നുണ്ട്. അതിനെന്ത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുക? അല്ല, പൊതുവേ നമുക്കറിയാം ഇങ്ങനെ ഒരു പ്രശ്നം ഒരു വലിയൊരു പ്രശ്നമാണല്ലോ. ആ പ്രശ്നത്തിൽ കുറച്ചൊരു താമസം വന്നിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ. നമ്മളിപ്പോൾ നേരത്തെ വാട്ടർ അതോറിറ്റി സൂചിപ്പിച്ചതുപോലെ 48 മണിക്കൂറിൽ ഈ വർക്ക് പൂർത്തിയാക്കും എന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. അതുപോലെ അവരുദ്ദേശിച്ച രീതിയിൽ വന്നില്ല. സാങ്കേതിക തടസ്സങ്ങൾ അതിന്റെ ഭാഗമായി ഉണ്ടായി. ഇന്നലെ തന്നെ റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ രാത്രി വൈകിയും മിനിസ്റ്റർ ഇവിടെ കേന്ദ്രീകരിച്ചു. ഇന്നും മിനിസ്റ്റർ പൂർണ്ണമായി സർക്കാരും നഗരസഭയും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പ്രയാസത്തെ അതിജീവിക്കുക എന്നുള്ളതാണ്. അതിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ എത്രയും പെട്ടെന്ന് എത്തിച്ചു നൽകുക എന്നുള്ളതാണ്. അതിന് പരമാവധി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വന്നിട്ടുള്ള പോരായ്മകൾ കൂടുതൽ ഇടപെട്ട് നമ്മൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കും.